സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പാക്കിയിട്ട സാഹചര്യമെന്ന് മുൻ DGP TP സെൻകുമാർ. കേന്ദ്രത്തിന് കൃത്യമായി കണക്കുകൾ നൽകാതെ ഫണ്ട് അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് വിരോധാഭാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ട് അടുത്ത മാസം നടക്കുന്ന BMS സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി തലസ്ഥാനത്ത് സംഘടിപ്പിച്ച സാമ്പത്തിക സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സെൻകുമാർ. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയും സിവിൽ സർവീസിന്റെ ഭാവിയും എന്ന വിഷയത്തിലാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ BMS സെമിനാർ നടത്തിയത്. ഫെറ്റോ സംസ്ഥാന പ്രസിഡന്റ് SK ജയകുമാർ മോഡറേറ്ററായ സെമിനാർ സംസ്ഥാന മുൻ DGP TP സെൻകുമാർ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക മേഖലയെപ്പറ്റി ധാരണയുള്ളവർ ധനകാര്യമന്ത്രി ആവണമെന്നും കേന്ദ്രത്തിന് കൃത്യമായ കണക്കുകൾ നൽകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 3618 കോടി രൂപയാണ് ആക്ച്വലി കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ളത്. അത് കൊടുക്കാത്തതിന്റെ പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത് ഇവിടെ നിന്ന് പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ട്സ് കിട്ടേണ്ട പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ട്സ് അവിടെ കിട്ടിയിട്ടില്ല. അത് പ്രോപ്പറായിട്ട് കിട്ടുകയാണെങ്കിൽ റിലീസ് ചെയ്യുന്ന പൈസ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 57,000 കോടി രൂപ കിട്ടാനുണ്ടെന്ന് പറയുന്നത് റവന്യൂ ഡെഫിസിറ്റ്, അതിന്റെ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി തരുന്നത് അത് കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അത് 5 വർഷത്തേക്ക് വേണ്ടി തന്നതാണ്. അതെല്ലാം തീർന്നു കഴിഞ്ഞു. ഇനി എവിടെ നിന്ന് കിട്ടാനാണ്? GSTയുടെ ഗ്രോത്ത് നോക്കിയാൽ കേരളത്തിന് ഏകദേശം 12% ഉള്ളൂ. അതേസമയം മറ്റ് പല സംസ്ഥാനങ്ങളും ആൾ ഇന്ത്യ തന്നെ വെച്ച് നോക്കിയാൽ 22-24% വീതമാണ് ഓരോ വർഷത്തെ ഗ്രോത്ത് ഉള്ളത്. കേരളത്തിൽ എങ്ങനെയാണ് കുറഞ്ഞത്? BMS സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ, NGO സംഘ് സംസ്ഥാന അധ്യക്ഷൻ TN രമേശ്, എംപ്ലോയീസ് കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറി CR ജോസ് പ്രകാശ്, MS ജാഫർ ഖാൻ, സിബി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ജനം, തിരുവനന്തപുരം.